2026 ICC ലോകകപ്പിനുള്ള ഇന്ത്യയുടെ പദ്ധതികളിൽ സഞ്ജു സാംസന്റെ സ്ഥാനം ഇപ്പോൾ സുരക്ഷിതമല്ല. അദ്ദേഹത്തിന് ചുറ്റുമുള്ള സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സ്ഥാനത്തേക്കുള്ള പോരാട്ടം രണ്ടുപേരുടെ മത്സരമായി മാറിയിരിക്കുന്നു. T20 എ സെറ്റപ്പിൽ സഞ്ജു സാംസണെ പലപ്പോഴും ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി കാണുന്നുണ്ട്. എന്നാൽ ഇതുവരെ ഒന്നും നിശ്ചയിച്ചിട്ടില്ലെന്നാണ് മുൻ ഇന്ത്യൻ ഓപ്പണർ ആകാശ് ചോപ്ര വിശ്വസിക്കുന്നത്. 2026 ICC T20 ലോകകപ്പിന് മുമ്പുള്ള ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ 11-ൽ സഞ്ജു സാംസൺ ഇതുവരെ ഒരു ഉറപ്പായ സ്റ്റാർട്ടറായി മാറിയിട്ടില്ലെന്നാണ് ചോപ്ര പറഞ്ഞു വന്നത്. ഫെബ്രുവരി 7-ന് ആരംഭിക്കാനിരിക്കുന്ന ICC T20 ലോകകപ്പിന് മുമ്പുള്ള ഇരു ടീമുകളുടെയും അവസാന T20 അസൈൻമെൻ്റ് ആയതിനാൽ തന്നെ ഈ ഇന്ത്യ-ന്യൂസിലാൻഡ് പരമ്പര വളരെ പ്രധാനമാണ്. നാഗ്പൂരിൽ നടന്ന ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡിനെ 48 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യൻ ടീം ശക്തമായി ആരംഭിച്ചു. എന്നിരുന്നാലും വലിയ വിജയം നേടിയെങ്കിലും സഞ്ജു സാംസണും കിഷനും ഒരേപോലെ പ്രകടനം കാഴ്ചവെക്കുന്നതിൽ പരാജയപ്പെട്ടു. 7 പന്തിൽ നിന്ന് 10 റൺസ് നേടിയ സഞ്ജു സാംസൺ തുടക്കത്തിൽ തന്നെ പുറത്താകുകയായിരുന്നു. 2023 നവംബർ മുതൽ തൻ്റെ ആദ്യ T20 മത്സരം കളിക്കുന്ന ഇഷാന് 5 പന്തിൽ നിന്ന് 8 റൺസ് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. രണ്ടുപേരും ഒരേ മത്സരത്തിൽ പരാജയപ്പെട്ടതിനാൽ T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ ആരായിരിക്കണമെന്നത് ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. ഇപ്പോൾ സ്വന്തം നാട്ടിൽ നടക്കുന്ന T20 പരമ്പരയിലെ അടുത്ത കുറച്ച് മത്സരങ്ങൾ ഇരുവർക്കും പ്ലേയിങ് 11-ൽ സ്ഥാനം ലഭിക്കുന്നതിന് വളരെ പ്രധാനമാണ്. ന്യൂസിലാൻഡിനെതിരെ സ്വന്തം നാട്ടിൽ നടക്കുന്ന 5 മത്സരങ്ങളുള്ള T20 പരമ്പരയിലെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ ഇരുവരും എങ്ങനെ പ്രകടനം കാഴ്ചവെക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അവർക്ക് ആ സ്ഥാനം ലഭിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് മാനേജ്മെൻറ്റ് സാംസണും ഇഷാൻ കിഷനും ഇവരിൽ ഒരാളെ തിരഞ്ഞെടുക്കേണ്ടി വരുമെന്നത് ക്രിക്കറ്റ് വിദഗ്ധർ കരുതുന്നുണ്ട്. എനിക്ക് ഇതുവരെ 100% ഉറപ്പില്ല. കാരണം ഒടുവിൽ സഞ്ജുവും ഇഷാനും കിഷനും തമ്മിലുള്ള പോരാട്ടമായിരിക്കും നടക്കുക എന്ന് ഞാൻ കരുതുന്നു. അടുത്ത കുറച്ച് മത്സരങ്ങൾ നമുക്ക് ഒരു ഉത്തരം നൽകിയേക്കാം. ആകാശ് ചോപ്ര ഇങ്ങനെ പറഞ്ഞു.